ബാബാ മഞ്ഞളെന്തിനാ ഇടുന്നേ ബാബാ? പ്രേതത്തിനെ വെളിവിടാതെ പിടിച്ചു വെച്ചിട്ടുണ്ട്. അതിനെ ഇവിടുന്ന് പായിപ്പിക്കാനല്ലേ നിങ്ങൾ വന്നിരിക്കുന്നത്? ഞാനിവിടെ വന്നത് കൊണ്ട് അത് തന്നെ പൊക്കോളും. പക്ഷെ ഞാൻ പോയി കഴിഞ്ഞാൽ തിരിച്ചു വരാൻ പാടില്ലല്ലോ, അതുകൊണ്ടാ. സംഭവം വലുതാന്ന് തോന്നുന്നു. ഇതിനെ പറ്റി പറയുന്നേ? പ്രേതം പ്രേതം ആ ആ നിങ്ങൾ ആരും പേടിക്കണ്ട. ഞാൻ ആ പ്രേതത്തെ കൊണ്ട് വെസ്റ്റേൺ ഡിസ്കോ എല്ലാം കളിപ്പിച്ച് കാണിക്കാം. അവസാനം അതിന്റെ കാലിൽ വീണ് കെഞ്ചും. അതിനെ കൊണ്ട് വീടിന്റെ ബാത്റൂം വരെ കഴിപ്പിക്കും ഞാൻ, കണ്ടോണം. അതൊന്നും വേണ്ട ബാബാ, ആ പ്രേതം പോയി കിട്ടിയാ മതി. അങ്ങനെ ഒന്നും ചെയ്തില്ലെങ്കിൽ ആ പ്രേതം നമ്മുടെ കയ്യിൽ ഒതുങ്ങില്ലടാ. എടാ മഞ്ഞ ഷർട്ടുകാരാ, നീ അല്ലേ വീടിന്റെ ഓണർ? വാടാ വാ. എടാ ജാക്കറ്റ് ഒരു പഴം തന്നെടാ. എന്ത് പഴം? വാഴപ്പഴടാ. എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കണേ? നീ ചിന്തിച്ചങ്ങനെ കാട് കയറുവോ? ഒന്നങ്ങടെ തന്നാലോ, മണി താഴെ കിടക്കും. വേഗം താടേ. സംഗതി കണ്ട, ഇത് സാധാരണ പഴമല്ല, ശക്തിയുള്ള പഴമാണ്. ഞാൻ ചെയ്യാൻ പോണ അഭ്യാസം കണ്ട് പ്രേതത്തിന് താങ്ങാൻ പറ്റാതെ ഇത് കറുപ്പായി മാറും. എന്ന് വെച്ചാൽ പ്രേതം പോയെന്നർത്ഥം. എന്തേ അറിയാതെ ആരെങ്കിലും എടുത്ത് വിഴുങ്ങിയ തൊണ്ട കത്തിപ്പോവും. ഇത് കൊണ്ടുപോയിട്ട് റോഡിന്റെ അറ്റത്തൊരു കള്ള് ഷാപ്പില്ലേ, അതിന്റെ സൈഡിൽ കൊണ്ട് കുഴിച്ചിടും. പൂജയ്ക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നോട്ട് ചെയ്യ്. 100 ഗ്രാം അരിപ്പൊടി, പിന്നെ ലേശം കടലമാവ്, 3 ചന്ദനത്തിരി, 1/4 കിലോ മിക്സർ. എന്ത് മിക്സറോ? പിന്നെ സബോള, ഇത്ര വലിയ സബോള, നല്ല വട്ടത്തിൽ ഇങ്ങനെ റൗണ്ട് ആയിട്ട് കട്ട് ചെയ്ത സബോള 6 പീസ്. പിന്നെ 2 നാരങ്ങ, നല്ല തിളയ്ക്കുന്ന എണ്ണയിൽ വറുത്തെടുത്ത 2 കോഴിക്കാല്, 1/4 കിലോ അണ്ടിപ്പരിപ്പ്, കൂടെ കുറച്ച് കപ്പലണ്ടി. പൂജയ്ക്ക് തേങ്ങയും വാഴപ്പഴം അല്ലേ വെക്കുക? കോഴിക്കാലും മിച്ചർ എന്തിനാ ബാബാ? ഞാൻ ചെയ്യാൻ പോണ ദേവി പൂജയല്ല, പ്രേത പൂജയാണ്. 1 മണിക്കൂറത്തേക്ക് ഒരുത്തനെ ഈ പരിസരത്ത് കണ്ടുപോയേക്കരുത്. അകത്ത് ചിലപ്പോ നിലവിളിക്കണ ശബ്ദമൊക്കെ കേൾക്കും. എന്തിന് എന്റെ ശബ്ദം വരെ കേട്ടേക്കാം. തുറക്കരുത്. ഇനി ആക്രാന്തം പിടിച്ച് ആരെങ്കിലും വീടിനകത്തോട്ട് തള്ളിക്കേറിയ ആ പ്രേതത്തിന്റെ കയ്യിൽ നിന്ന് എനിക്ക് മാത്രമല്ല, സാക്ഷാൽ ദൈവത്തിന് പോലും നിങ്ങളെ രക്ഷപ്പെടുത്താൻ പറ്റില്ല. മനസ്സിലായ? ശരി, ഞാൻ മുകളിലേക്ക് പോവാ. എന്തിയടാ ഇനി ഇല വിരിച്ച് നിങ്ങളെല്ലാരും സദ്യ ഉണ്ണാൻ പോവാണാ? എഴുന്നേറ്റ് പറഞ്ഞ് ജോലി ചെയ്യ. ഹായ് ബേബി. മാണ്ടന്മാര്, ഈ കാലത്ത് ആരെങ്കിലും പ്രേതത്തെ വിശ്വസിക്കോ? അതും പട്ടാപ്പകൽ എവിടെയാടെ പ്രേതം? വാട്ടന്മാര്. സിറ്റിയിൽ ഇത്ര വലിയ ഫ്ലാറ്റിൽ എവിടെയെങ്കിലും പ്രേതം ഉണ്ടാവുമോ? ചിന്തിക്കണ സ്വഭാവമില്ലല്ലോ. പിന്നെ നിന്നെ പോലുള്ള ആൾക്കാരുള്ളത് കൊണ്ട് എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. ചിയേഴ്സ്. എന്റെ അടുത്ത് വെറുതെ എന്റെ വിളച്ചിലെടുക്കലേട്ടാ, നിന്നെ കൊന്ന് കുഴിച്ചുകൂടി ഞാൻ. പ്രേതായാലും ശരി, പ്രേതത്തിന്റെ ചേച്ചിയാലും ശരി. എടേ നീ എവിടെയാണേ? ബാബാകത്ത് ചെന്നിട്ട് ഒരുപാട് സമയമല്ലടാ, ഒരു അനക്കും കേൾക്കുന്നില്ലല്ലോ. അതേന്നെ, ഇപ്പൊ നമ്മുടെ ബാബയില്ലേ പ്രേതത്തിന്റെ കൈയും കാലൊക്കെ കെട്ടിയിട്ടുണ്ടാവും. 1 മണിക്കൂറത്തേക്ക് ഈ ഭാഗത്തേക്ക് വരരുന്ന് ഞാൻ പറഞ്ഞല്ലേ. എന്തിനാണ് ഡിസ്റ്റർബ് ചെയ്യണേ? ഇരുന്ന് ഡിസ്റ്റർബ് ചെയ്യുന്ന വെച്ചോ, ഞാൻ ഇവിടുന്ന് ഇതെല്ലാം വിട്ടിട്ട് എന്റെ പാടിന് പോകും ഞാൻ. പിന്നെ ഇത് നിങ്ങളെ പ്രേതം കടിച്ചെന്നും പിടിച്ചെന്നും മാന്തി എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ട് കാര്യമില്ല. അവിടെ തന്നെ നിൽക്കടാ, ഇങ്ങോട്ട് വരണ്ട. അല്ല പ്രേതം പിടിച്ചോണ്ട് പോകും, അല്ല എന്തെങ്കിലും കാണിച്ച് മുന്നോട്ട് പോവാ. ഇനി എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ലടാ. എന്തിനാ ഡിസ്റ്റർബ് ചെയ്തില്ലേ? ഇനി ഇതിൽ എനിക്ക് യാതൊരു ബന്ധവും ഇല്ല. ഞാൻ നിങ്ങളോട് എന്തൊക്കെ ചോദിച്ചോ എല്ലാം വൺസ് മോർ കൊണ്ടുപോവാ. അങ്ങനെ കൊണ്ടുവന്നാ ഞാൻ 2 വീ കൂടെ അടിച്ചിട്ട് വേണമെങ്കിൽ ഒന്നുകൂടെ നോക്കാം. എന്തെങ്കിലൊന്ന് പറയടാ. എന്തിയാടാ വോയിസ് മാറണേ? പ്രേതത്തെ കണ്ടുപിടിച്ചെന്ന് തോന്നുന്നു. മനുഷ്യനായി പോയില്ലേ, ജീവിക്കേണ്ട ചേച്ചി. അതുകൊണ്ടാണ് ഇതൊക്കെ ചെയ്തു പോണേ. എനിക്കൊരു മന്ത്രവാദവും അറിയില്ല ചേച്ചി. ഈ വിഗ് വേണം നിങ്ങൾ വെച്ചോളി. ഇതും ഡമ്മിയാണ് ചേച്ചി, അത്രേ ഉള്ളൂ. ഇനി ബാക്കിയൊന്നുമില്ല. കണ്ടില്ലേ ചേച്ചി, ഇതെല്ലാം ഡമ്മിയാണ്. എനിക്ക് മന്ത്രവാദമൊന്നും അറിഞ്ഞുകൂടാ. ഒരു 4 പെഗ് കഴിക്കാമെന്ന് വിചാരിച്ച് അകത്തേക്ക് വന്നതാ, അത്രേ ഉള്ളൂ. ഇതാണ് എന്റെ ജോലി. എങ്കിൽ ഞാൻ പൊക്കോട്ടെ ചേച്ചി.
പോവാൻ പറയുന്നുമില്ല. അപ്പൊ തീർച്ചയായിട്ടും ഞാൻ പോക്കോട്ടെ. ചേച്ചി ഡീസന്റ് പ്രേതമാണ്, എന്നെ വിട്ടാ കണ്ടില്ലേ. വിചാരിച്ച 2 മിനിറ്റ് പോലും ആയില്ലോ. എന്താ ചേച്ചി? എടാ പഴം എടുക്ക്, നമുക്കത് കറുത്തോന്ന് നോക്കാം. ഇതെന്താ ഇത് ചുവന്ന കളറായല്ലോ? എന്റെ തലവിധി ഇങ്ങനെ ആയിപ്പോയല്ലോ. ഇനി നീ തല്ലുവോ കൊല്ലുവോ എന്തും നിന്റെ ഇഷ്ടമാണ് ചേച്ചി. ഓ എന്റെ ജീവിതം ഇങ്ങനെ തൊലഞ്ഞു പോയല്ലോ. ഞാൻ ഇപ്പൊ പോവാ ചേച്ചി. പോയി ഇനി ഈ ജില്ലയിൽ പോലും എന്നെ കാണില്ല. ഞാനിനി ചേച്ചി ശല്യം ചെയ്യാൻ വരികയില്ല. അയ്യോ ഈ ഡോർ എങ്ങനെ തുറക്കും? അയ്യോ ഇത് തുറക്കണേ, വേഗം ഒന്ന് വേഗം തുറക്കണേ. അയ്യോ പാട്ടന്മാരെ, ഈ വീട്ടിൽ ഒറിജിനൽ പ്രേതം ഉണ്ടെന്ന് എന്തുകൂടെ പറഞ്ഞില്ലടാ. എന്താ പറയുന്നത്? പ്രേതത്തെ ഓടിക്കല്ല തന്നെ കൊണ്ടുവന്നത്. അപ്പൊ താൻ ശരിക്കും കള്ളബാബയായിരുന്നു. അപ്പൊ പ്രേതത്തെ കുറിച്ച് ഒന്നും അറിയാതെ കോഴിക്കാലും മിച്ചറും തിന്നാൻ വേണ്ടിയാണോ? നമ്മളെല്ലാരും വിഡ്ഢിയാക്കി കളഞ്ഞു. അവിടെ എന്താണ് ചെയ്തോണ്ടിരിക്കുന്നത്? എന്റെ ഈ വീട് വിട്ട് ഞാൻ വരില്ല. നിങ്ങൾ പൊയ്ക്കോ. മണ്ട വന്നില്ലെങ്കിൽ അത് നിന്നെ കൊല്ലൂടാ. നീ വന്നില്ലെങ്കിൽ വേണ്ട, ഞങ്ങൾ പോവാ. ജീവനാണോ വലുത് അതോ 20 ലക്ഷമാണോ വലുതെന്ന് നീ തീരുമാനിച്ചോ. ഞങ്ങൾ പോവാ. ശരി, ഞങ്ങൾ പോവാ. അവൻ ഇനി വരും തോന്നുന്നു. തിരിച്ചു ഞാൻ വന്നു. ഈ വീട് വിട്ട് ഞാൻ എവിടെയും പോവില്ല. കൊല്ലണമെങ്കിൽ നീ എന്നെ കൊല്ല്. ഇതെന്റെ വീടാണ്. ഇത് എന്റെ നീ എന്നെ ഇതുപോലെ എത്ര പ്രാവശ്യം ഉപദ്രവിച്ചാലും എന്റെ ശരീരത്തിൽ നിന്ന് ജീവൻ നഷ്ടപ്പെടുന്നവരെ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. എനിക്കിപ്പോഴും ജീവനുണ്ട്. എന്നെ കൊല്ലേ, അല്ലാതെ ഈ വീട് വിട്ട് ഞാൻ ഒരിക്കലും പോവില്ല. ഈ വീട് എന്റേതാണടാ. വിൽക്കാൻ അവൻ ആരാ, വാങ്ങാൻ നീ ആരാടാ? പോ, പുറത്തു പോ. ജീവനിൽ കൊതിയുണ്ടെങ്കിൽ പുറത്തു പോ. തന്നെ തെറ്റിദ്ധരിച്ച ഒരു മകന് സ്വന്തം അപ്പം കൊടുത്ത ഒരു വലിയ സമ്മാനം. എന്റെ അച്ഛന്റെ കഷ്ടപ്പാടും സ്വപ്നവും എല്ലാം ഈ വീടാണ്. എന്റെ അച്ഛന്റെ ആത്മാവും സന്തോഷവും ഈ വീട്ടിലാണുള്ളത്. ഞാൻ കെഞ്ചി പറയുക, നീ പോയി തരണം. ദയവേത് എന്റെ വീട് വിട്ട് നീ പോയി തരണം. എന്റെ ജീവനേക്കാൾ നിനക്ക് നിന്റെ പണമാണോടോ വലുത്?
ഈ വീട്ടിലാണ് എന്റെ ജീവൻ പോയത്. ഞാൻ ഈ വീട് വിട്ടു പോണമെങ്കിൽ നീ എനിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യണം. എനിക്ക് വേണ്ടി നീ പകരം വീട്ടണം. എന്റെ പേര് അവന്തിക. എന്റെ നാട് കുമരിക്കുളം എന്ന ഗ്രാമമാണ്.